രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു. അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണോ. എന്റെ നിലപാട് അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കോൺഗ്രസിന്റെ ജനപ്രതിനിധിക്ക് ചേരാത്ത നിലയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. അതേ തുടർന്ന് ധാരാളം സൈബർ ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മറ്റു പല പാർട്ടികളിലും സമാന സ്വഭാവമുള്ള കേസുകളിൽപ്പെട്ട നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്. പക്ഷെ അവരെ ആരെയും ഒരു പാർട്ടിയും ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി. അത് കഴിഞ്ഞ് പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞിപ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇനി MLA സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കാരണം പാർട്ടിയാണല്ലോ MLA ആക്കിയത്. പാർട്ടി MLA സ്ഥാനം കൊടുത്തതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്തിന് തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു സന്ദേശമാണ്. സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും മാന്യതയും ഉയർത്തിപ്പിടിക്കാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി ഞാൻ ഇതിനെ കാണുകയാണ്. ആദ്യഘട്ടത്തിൽ താങ്കൾ ഈ നിലപാടെടുത്തപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മറ്റു നേതാക്കളും ആ തരത്തിലുള്ള നിലപാടെടുക്കാതെ? അതിനൊന്നും ഇനിയുള്ള ഒരു പ്രസക്തിയില്ല. പാർട്ടി ഒറ്റക്കെട്ട. ഇത് ഇന്നലെ തന്നെ KPCC പ്രസിഡന്റ് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു. ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു. അദ്ദേഹം പിന്നീട് അത് കോടതിയിൽ ഒരു മാറ്റർ വന്ന സാഹചര്യത്തിൽ ആ മാറ്ററിന്റെ വിവരം കൂടി അറിയട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തത്. അത് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ പലരും വിമർശിച്ചു. പക്ഷേ അതൊരു പക്വമായ തീരുമാനമായിരുന്നു. ഞങ്ങളെല്ലാവരും അതിനെ പിന്തുണച്ചിരുന്നു. ഇപ്പൊ തീരുമാനം വന്ന് 2 മിനിറ്റിനുള്ളിൽ, കോടതിയുടെ തീരുമാനം വന്ന് 2 മിനിറ്റിനുള്ളിൽ സസ്പെൻഷൻ നടത്തിയിട്ടുള്ള പത്രക്കുറിപ്പ് പുറത്തിറക്കുകയുണ്ടായി. ഇത്തരം തീരുമാനമെടുക്കാൻ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. CPM-ന് അത് കഴിഞ്ഞിട്ടില്ല, നാളെ കഴിയുകയുമില്ല. ആ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ, നമ്മുടെ സഹോദരിമാരുടെ മാന്യതയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമായി ഞാനിതിനെ കാണുന്നു. ഈ പ്രവർത്തനം, ഇത്തരം സംഭവങ്ങൾ തുടർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.